ഉത്തരത്തിലേക്ക് കിടക്കല്ലേ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടീം എയോടാണ്. ചോദ്യം ഇതാണ്: അയോധ്യയിലെത്തിയ വിശ്വാമിത്രൻ തന്റെ യാഗം മുടക്കുന്ന രാക്ഷസന്മാരിൽ 2 പേരുടെ പേരുകൾ ദശരഥനോട് എടുത്തു പറയുന്നു. ഒരാൾ മാരീചൻ, മറ്റേയാൾ എ സുബാഹു, ബി വജ്രദ്രംഷ്ടൻ, സി ഖബന്ദൻ, ഡി ഖരൻ. യുവർ ടൈം സ്റ്റാർട്ട് നൗ. എ സുബാഹു. എ സുബാഹു ലോക്ക് ചെയ്യാണ്. എ സുബാഹു. ഉത്തരം നോക്കാം നമുക്ക്. ഉത്തരം ശരിയാണ്. ടീം എക്ക് 2 മാർക്ക്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ഗൗതമന്റെയും അഹല്യയുടെയും പുത്രനായ ഒരു മഹർഷിയെ ബാലകാണ്ഡത്തിൽ പരാമർശിക്കുന്നുണ്ട്. അതാര്? എ സഹസ്രാനീകൻ, ബി ശതാനന്ദൻ, സി അഷ്ടാവക്രൻ, ഡി അങ്കുലിമാലൻ. ടൈം സ്റ്റാർട്ട്സ് നൗ. ബി ശതാനന്ദൻ. ബി ശതാനന്ദൻ. സംശയമുണ്ട്? ലോക്ക് ചെയ്യാമോ? ലോക്ക് ചെയ്യുന്നു. ബി ശതാനന്ദൻ. നമുക്ക് നോക്കാം ഉത്തരം ശരിയാണോ. ഉത്തരം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ജനകന്റെ സഹോദരന്റെ പേരെന്ത്? എ കുശധ്വജൻ, ബി ശുനശേബൻ, സി ദേവരാതൻ, ഡി നന്ദഗോപൻ. ടൈം സ്റ്റാർട്ട്സ് നൗ. എ കുശധ്വജൻ. എ കുശധ്വജൻ. ഓക്കെ, നമ്മൾ ലോക്ക് ചെയ്യുന്നു. എ കുശധ്വജൻ. ഉത്തരം ശരിയാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. കൊല്ലണം പിതൃഹന്താവാകിയ ഹേ ഹയനെ. ആരാണ് പരശുരാമന്റെ പിതൃഹന്താവായത്? എ കാർത്തവീര്യാർജുനൻ, ബി കശ്യപൻ, സി ജരാസന്ധൻ, ഡി ബണ്ടാസുരൻ. ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ എ കാർത്തവീര്യാർജുനൻ. കാർത്തവീര്യാർജുനൻ. ഓപ്ഷൻ എ. ഓക്കെ, നമ്മൾ ലോക്ക് ചെയ്യുന്നു. ഓപ്ഷൻ എ കാർത്തവീര്യാർജുനൻ. ഉത്തരം ശരിയാണ്. നിങ്ങൾ കണ്ട വരിക്ക് ശേഷമുള്ള വരി, അതിനകത്ത് ഈ നിങ്ങൾ പറഞ്ഞ ഉത്തരവുണ്ട്. കൊല്ലണം പിതൃഹന്താവാകിയ ഹേഹയനെ, ചൊല്ലെഴും കാർത്തവീര്യാർജുനനാം നൃപേന്ദ്രനെ, വല്ലജാതിയും അവൻ മൽക്കലാംശജനല്ലോ, വല്ലഭം ധനുർവേദത്തിൻ അവനേറുമല്ലോ എന്ന് പറയുന്ന വരിയിൽ ഉണ്ട്. അപ്പോൾ അതിനകത്ത് എല്ലാം ഈ പറയുന്ന പേരുകളെല്ലാം അതിനകത്ത് വന്നു പോകുന്നുണ്ട്. അത് നിങ്ങളെല്ലാം അത് ഓർത്തിരിക്കുന്നു. ഈ വരിയിലൂടെ അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് കഥ അറിയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം എയോടാണ്. ഉടലോടെ സ്വർഗത്ത് പോകാനുള്ള ആഗ്രഹവുമായി സമീപിച്ച ത്രിശങ്കുവിനെ ശപിച്ച് ചണ്ടാലനാക്കിയതാര്? എ ഇന്ദ്രപുത്രന്മാർ, ബി അഷ്ടവസുക്കൾ, സി വസിഷ്ഠപുത്രന്മാർ, ഡി ഏകാദശ രുദ്രന്മാർ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സി വസിഷ്ഠപുത്രന്മാർ. ഓക്കെ, നമുക്ക് ലോക്ക് ചെയ്യാം. സി വസിഷ്ഠപുത്രന്മാർ. നിങ്ങൾ രണ്ടുപേരും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണോ പറയണ, അല്ല ഒരാൾ മാത്രം പറയാണോ? രണ്ടുപേരും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷെ മോളൊന്നും പറയണില്ലല്ലോ. ഉത്തരം ശരിയാണ്. ഈ ക്വസ്റ്റ്യൻ അവർക്ക് വളരെ എളുപ്പമാണ്. കാരണം ഇന്നലത്തെ എപ്പിസോഡിൽ മോള് തന്നെ ഈ ത്രിശങ്കുവുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു ചോദ്യത്തിന് ഈ കഥ മുഴുവൻ പറയുകയുണ്ടായി, നമ്മളോട് പറഞ്ഞു. സോ അത് അവർക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ വളരെ സിമ്പിളാണ്. അവരെ സംബന്ധിച്ച് കഥ അറിയാം. ഇതുവരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനും ടീം എ ശരിയായ ഉത്തരമാണ് പറഞ്ഞത്. ടീം ബിയും ശരിയായ ഉത്തരമാണ് ഇതുവരെ പറഞ്ഞത്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: കർമ്മസിദ്ധിയുള്ള സ്ഥലമാണ് സിദ്ധാശ്രമം. അവിടെയാണ് വിശ്വാമിത്രൻ യാഗം നടത്തുന്നത്. ആ സ്ഥലത്തിന് ആ പേരു നൽകണമെന്ന് ആവശ്യപ്പെട്ടത് ആരാണ്? എ കശ്യപൻ, ബി വാമനൻ, സി മഹാബലി, ഡി വിശ്വാമിത്രൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. മുത്തശ്ശിയോട് ചോദിക്കാന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഇത്രയും നേരം എല്ലാം പറഞ്ഞ ശരിയാണ്. ആലോചിച്ചിട്ടേ ആൻസർ ചെയ്യാൻ പാടുള്ളൂ. ഓപ്ഷൻ സി മഹാബലി. ഓപ്ഷൻ സി മഹാബലി. നമ്മൾ ലോക്ക് ചെയ്യാണ്. ഓപ്ഷൻ സി മഹാബലി. മൈ ഗോഡ്, ഞാൻ പറഞ്ഞില്ലേ
നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു എങ്കിൽ മുത്തശ്ശിയോട് ചോദിക്കാം എന്നുള്ളത്. സാരമില്ല, പോട്ടെ. അപ്പം സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ടീം എക്ക് പാസ് ചെയ്യുന്നു. കർമ്മസിദ്ധിയുള്ള സ്ഥലമാണ് സിദ്ധാശ്രമം. അവിടെയാണ് വിശ്വാമിത്രൻ യാഗം നടത്തുന്നത്. ആ സ്ഥലത്തിന് ആ പേരു നൽകണമെന്ന് ആവശ്യപ്പെട്ടത് ആരാണ്? കശ്യപൻ, വാമനൻ, വിശ്വാമിത്രൻ. ബി വാമനൻ. ബി വാമനൻ. ഓക്കെ, നമ്മൾ ലോക്ക് ചെയ്യാണ് ബി വാമനൻ. ഉറപ്പാണ്, നിങ്ങൾക്ക് ഓൾറെഡി ഓപ്ഷനിലൊന്നും പോയി അല്ലേ? അപ്പൊ കുറച്ചും കൂടെ എളുപ്പമായി. എന്തായാലും നമുക്ക് നോക്കാം നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണോ. എന്തായാലും ശരിയായിരിക്കും അല്ലേ? നമുക്ക് നോക്കാം. നിങ്ങൾ പറഞ്ഞ ഉത്തരവും തെറ്റാണ്. എന്തിനാ ഗസ് ചെയ്തത്? നിങ്ങൾക്കും ആ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ലേ? എന്തുകൊണ്ടത് ചോദിച്ചില്ല? ശരി, ഇനി നിങ്ങൾ രണ്ടുപേരും ഉത്തരം പറയാതെ വന്ന സാഹചര്യത്തിൽ നമുക്ക് നമ്മളുടെ ജഡ്ജസിനോട് ചോദിക്കാം. ശ്രീകുമാർ സർ, കശ്യപൻ. കശ്യപനായിരുന്നു. എന്തേ പറഞ്ഞില്ല? നിങ്ങൾ എന്തേ ആ ഓപ്ഷൻ ഉപയോഗിച്ചില്ല? ഓക്കെ, സാരമില്ല, പോട്ടെ. അപ്പൊ ടീം എക്ക് 6 പോയിന്റ്സ്, ടീം ബിക്ക് 4 പോയിന്റ്സ്.